നമസ്തേ. ഏഞ്ചൽസ് അല്ലെങ്കിൽ മാലാഖമാർ അല്ലെങ്കിൽ മലക്കുകൾ എന്നൊക്കെയുള്ള രീതിയിൽ ദ മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ക്രിയേറ്ററിൽ നിന്നുള്ള എനർജി ബീയിങ്സ്, മനുഷ്യന് മുൻപേ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള, ദേ ആർ പ്രൊട്ടക്റ്റിംഗ്, അവരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ആൻഡ് സപ്പോർട്ടിങ് ഹ്യൂമൻ ബീയിങ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ മതഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ പുരാണങ്ങളിലും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിൽ ഏത് വിഭാഗത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിലും അതിൽ മജോറിറ്റിയിലും നമുക്ക് ഈ പറയുന്ന ഏഞ്ചൽസിന്റെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കും. ഇസ്ലാമിലാണെങ്കിൽ അതിനെ മലക്കുകൾ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ അതിനെ ഏഞ്ചൽസ് അല്ലെങ്കിൽ മാലാഖമാർ എന്നൊക്കെയാണ് പറയുന്നത്. ഹിന്ദുസത്തിലാണെങ്കിൽ അതിനെ ചിലപ്പോൾ ദേവതകൾ എന്നുള്ള രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ദൈവ ദൂതന്മാർ അല്ലെങ്കിൽ ഈ എനർജി ബീയിങ്സ് എന്നാണ് ഞാൻ അതിനെ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഭൂരിഭാഗം ആത്മീയവാദികളും ഏഞ്ചൽസിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അത് ഉണ്ട് എന്നുള്ള രീതിയിലാണ് വിശ്വസിച്ചു പോരുന്നത്. ഈ ഏഞ്ചൽസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അതിനു മുൻപായിട്ട് നമ്മൾ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത്, കുട്ടിത്തത്തിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുസൃതിത്തരം കാണിക്കുമ്പോഴും കുറുമ്പ് കാണിക്കുമ്പോഴും ഒക്കെ അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്, നിന്റെ കാവൽ മാലാഖ വിഷമിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ള മാലാഖയ്ക്ക് വിഷമമാകും എന്നുള്ളത്. സോ വി ആർ ഹ്യൂമൻ ബീയിങ്സ് വിത്ത് എ പവർഫുൾ എനർജിക് ഓറ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡോട് കൂടിയിട്ടുള്ള ബീയിങ്സ് ആണ്. നമ്മൾ ഈ ഫിസിക്കൽ ബോഡിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ സെൻസസിന് ബിയോണ്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ എനർജി ബോഡിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള ഹയർ ലെവൽ സ്പിരിച്വൽ ബീയിങ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഇപ്പോഴും പറയാനായിട്ട് സാധിക്കില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെ ആയാലും ഇതിന്റെ എക്സിസ്റ്റൻസിന്റെ കാര്യം ഏത് രീതിയിലുള്ളതായാലും പല വ്യാഖ്യാനങ്ങളും ചിന്തകളും ആശയങ്ങളും സംവാദങ്ങളും ഒക്കെ ഉണ്ട് എന്നിരിക്കയിലും ആർ ദേ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അസ്, നമുക്ക് സബ്റ്റിലായിട്ടുള്ള രൂപത്തിൽ, അതായത് അതിസൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ ഈ മാലാഖമാരുടെ കമ്മ്യൂണിക്കേഷൻ തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്നാണ് പല ആത്മീയവാദികളും വിശ്വസിച്ചു പോരുന്നത്. ഈ ഏഞ്ചൽസിനെ എപ്പോഴും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പവർ ആയിട്ടാണ് കണ്ടുപോരുന്നത്. ഈ ഏഞ്ചൽസിന് നേരെ എതിർ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ശക്തിയാണ് ഡീമൻസ് എന്ന് പറയുന്നത്. ഡീമനോളജി എന്ന് പറയുന്ന ഒരു പഠന ശാഖ തന്നെയുണ്ട് ആത്മീയതയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട്. സോ ഡീമൺസിനെ സംബന്ധിച്ചിടത്തോളം അവർ ലൂസിഫർ എന്ന് പറയുന്ന, പിശാച് എന്നൊക്കെ വിളിക്കുന്ന, ലൂസിഫർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ലൈറ്റ് ബെയറർ എന്നായിരുന്നു. ബിക്കോസ് ലൂസിഫർ ആയിരുന്നു ഈ ഏഞ്ചൽസിൽ ഏറ്റവും അഗ്രഗണ്യനും ബുദ്ധിശാലിയും സൗന്ദര്യവും എല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ടായിരുന്ന ദൈവം സൃഷ്ടിച്ചിട്ടുള്ള മാലാഖമാരിൽ ഒരാൾ എന്ന് പറയുന്നത്. ഈ പിശാച് അല്ലെങ്കിൽ ലൂസിഫറിനെ സൃഷ്ടിച്ചതും ദൈവമാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് പല മതങ്ങളിലൂടെ അതിന്റെ പ്രീ ബിബ്ലിക്കൽ എറയിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ദിസ് ലൂസിഫർ അല്ലെങ്കിൽ ലൈറ്റ് ബെയറർ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഈ ഒരു അതിശക്തനായിട്ടുള്ള മാലാഖയെ സംബന്ധിച്ചിടത്തോളം ദൈവം എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുകയും ദൈവത്തിനോട് ഏറ്റവും അടുത്തു നിന്നതുമായിട്ടുള്ള ഒരു മാലാഖയായിരുന്നു. പ്രത്യേകമായിട്ട് അദ്ദേഹമായിരുന്നു പരീക്ഷകൻ എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ പരീക്ഷിക്കുന്നത്, ദൈവത്തിന്റെ അതർ ക്രിയേഷൻസിനെ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യുന്നതും ഒക്കെ അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് ഈ പിശാചിനെ അല്ലെങ്കിൽ ലൂസിഫറിനെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ലൂസിഫർ എങ്ങനെയാണ് പിശാചായിട്ട് മാറിയത്, സൈറ്റനായിട്ട് മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്ന സമയത്ത് മനുഷ്യ സൃഷ്ടിക്ക് മുൻപേ തന്നെ ദൈവം സൃഷ്ടിച്ച ആളാണ് ലൂസിഫർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്ന സമയത്ത്, പല പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോരുന്ന സമയത്ത് മനുഷ്യന്റെ സൃഷ്ടിയുടെ ആ ഒരു സാഹചര്യമൊക്കെ അടുക്കുന്ന കാലഘട്ടത്തിലൊക്കെ ആയിട്ട് ഈ പിശാചിന് ഒരു ചിന്ത വരികയാണ്, എനിക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്, അതുപോലെ തന്നെ ദൈവം കാണിക്കുന്നത് പോലുള്ള അത്ഭുതങ്ങൾ കാണിക്കാനും മറ്റു കാര്യങ്ങൾ അറിയാനും ഒക്കെ എനിക്കുള്ള കഴിവുണ്ട്. സോ എന്തുകൊണ്ട് ഈ ചരാചരങ്ങൾക്കൊക്കെ എന്നെ ആരാധിച്ചുകൂടാ? ദൈവ സൃഷ്ടിയായിട്ടുള്ള മറ്റ് സ്പിരിച്വൽ ബീയിങ്സിനൊക്കെ എന്തുകൊണ്ട് എന്നെയും ആരാധിച്ചുകൂടാ? ഞാനും ആരാധനയ്ക്ക് അർഹനല്ലേ എന്നുള്ളൊരു ചിന്ത വരികയാണ്. അപ്പൊ ആ സമയത്ത് ദൈവം ഇത് അറിയുകയാണ്. ബിക്കോസ് ദൈവം എല്ലാം അറിയുന്നവനാണ്. അപ്പൊ ദൈവം പക്ഷേ ആരെയും നേരിട്ട് ശിക്ഷിക്കുന്നില്ല. അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രീഡം കൊടുക്കുകയാണ് ഈ ലൂസിഫറിന്. ഇങ്ങനെയുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ തെളിയിച്ചു കൊള്ളട്ടെ. അപ്പൊ ആ രീതിയിൽ തെളിയിക്കണമെങ്കിൽ പക്ഷേ ഈ ഹെവൻ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുകൊണ്ട് സാധ്യമല്ല, സ്വർഗത്തിന് പുറത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ ഈ ലൂസിഫർ ഒരു
ഇടിത്തി വീഴുന്നത് പോലെ അല്ലെങ്കിൽ ഒരു അഗ്നി വീഴുന്നത് പോലെ, ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് വീഴുന്നത് പോലെ താഴേക്ക് പാതാളങ്ങളിലേക്ക് പതിക്കുകയാണ് എന്നാണ് പറയുന്നത്. സോ ആ സമയത്ത് ഈ ലൂസിഫറിനോട് ഐക്യദാർഢ്യം കൊടുത്തിട്ടുള്ള ഏഞ്ചൽസും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഏഞ്ചൽസും ഉണ്ടായിരുന്നു. അവരും എന്ത് ചെയ്യുകയാണ്, ഇദ്ദേഹത്തോടൊപ്പം ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെടുകയാണ് സ്വർഗത്തിൽ നിന്ന്. ആൻഡ് ദേ കെയിം ഹിയർ, അവർ പ്ലാനറ്റ് എർത്തിൽ, പാതാളങ്ങളിൽ എന്നുള്ള രീതിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പല രീതിയിലുള്ള വിശ്വാസങ്ങളുണ്ട്. എനിവേ ദേ ആർ ഓൾ ഹിയർ. ലോകത്തിന്റെ ദൈവം എന്നാണ് ലൂസിഫർ അറിയപ്പെടുന്നത്. അപ്പൊ ലൂസിഫറിന്റെ കൂടെ ഈ വന്നു ചേർന്നിട്ടുള്ള ഈ മാലാഖമാര് ലൂസിഫർ സാത്താനായപ്പോൾ അവര് ഡീമൺസ് ആയിട്ട് മാറുകയും, എന്നാൽ വിശ്വസ്തരായിട്ടുള്ള മറ്റു മാലാഖമാരും മറ്റ് എനർജി ബീയിങ്സും ക്രിയേഷൻസും ഒക്കെ ദൈവത്തിനോട് അടുത്തുണ്ടാകുകയും ചെയ്യുകയാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ മനുഷ്യന്റെ സൃഷ്ടി സംഭവിക്കുകയാണ്. പല ക്രിട്ടിക്സും ചിലപ്പോൾ വിചാരിക്കും, ഈ ദൈവം സൃഷ്ടിക്കുന്ന സമയത്ത് ഇതെല്ലാം നല്ല രീതിയിൽ അങ്ങ് സൃഷ്ടിച്ചാൽ പോരെ, ഇവന്മാർക്ക് എന്തിനാണ് ഇങ്ങനെ തോന്നിയവാസം ചെയ്യാനുള്ള കഴിവും ശേഷിയും ഒക്കെ കൊടുക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രവർത്തിച്ചാൽ പോരെ എന്നുള്ളത്. പക്ഷെ ഇവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റിന് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഫ്രീ വിൽ എന്നുള്ളതാണ്. അതായത് ഈ ഹ്യൂമൻ ബീയിങ്സിനായാലും വാട്ട് എവർ ക്രിയേഷൻസ്, ദൈവം സൃഷ്ടിക്കുന്ന ഏത് സൃഷ്ടിജാലങ്ങൾക്കായാലും ഒരു ഫ്രീ വില്ല്, സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ബിക്കോസ് ദൈവം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെയും എല്ലാത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും ഒക്കെ ഒരു മൂർത്തി ഭാവമായിട്ടുള്ള എനർജി സോഴ്സ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ളത് കൊണ്ട് ദൈവം അതിന്റെ സൃഷ്ടികൾക്കും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ ആ ഒരു ഫ്രീ വിൽ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ലൂസിഫറിന് തീരെ സഹിക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യനെ ടെംപ്ടേഷൻ ചെയ്യാനും ദൈവം ലൂസിഫറിനെ ഉപയോഗിക്കുന്നതായിട്ട്, പാമ്പിന്റെ രൂപത്തിലേക്ക് വന്ന് ആദത്തിനെയും ഹൗവയെയും പരീക്ഷിക്കുന്നതായിട്ടും അവര് ഇവൻ കാണിച്ചു കൊടുക്കുന്ന പഴം കഴിക്കുന്നതായിട്ടും ഒക്കെയുള്ള കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു കഥേനെ നമ്മൾ ഒരു സിംബോളിക് രീതിയിലും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ സിംബോളിസം എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് നീളത്തിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ വരും സമയങ്ങളിൽ വിശദീകരിക്കാം. കാരണം നമ്മുടെ വിഷയം ഇവിടെ ഏഞ്ചൽസും ഡീമൺസും ഒക്കെ ആണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും സാത്താന്റെ പ്രലോഭനത്തിന് വശംവദരായിക്കൊണ്ട് ഈ ഫലം കഴിക്കുകയും അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താകുകയും ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ നന്മതിന്മകളെ കുറിച്ചിട്ടുള്ള അറിവ് ഇവർക്ക് ലഭിച്ചു, ഇവർക്ക് നാണമുണ്ടായി, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് അവിടെ വരികയാണ്. ആ സമയത്ത് മനുഷ്യനോട് എന്തുകൊണ്ടാണ് പിശാച് ഇങ്ങനെ പ്രലോഭിക്കാൻ മാത്രം പിശാചിന് ഇത്രയും വെറുപ്പ് തോന്നാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന്റെ സ്ഥാനത്തേക്ക് മനുഷ്യന് ഉയർത്തപ്പെടുമോ എന്നുള്ള അവന്റെ ഒരു ഭയം തന്നെയായിരുന്നു. അങ്ങനെ അവൻ ഈ മനുഷ്യന്റെ ആത്മാക്കളെ നേടുവാനായിട്ട് ഇപ്പോഴും ഭൂമിയിലുണ്ട്. മനുഷ്യനെ പല രീതിയിൽ പ്രലോഭിപ്പിച്ചുകൊണ്ടും തെറ്റുകൾ ചെയ്യിപ്പിച്ചുകൊണ്ടും അവൻ വിജയിച്ചു മുന്നോട്ട് പോവുകയാണ് ഈ കലിയുഗത്തിൽ എന്നുള്ളതാണ് ബൈബിളിനു മുൻപേ വാമൊഴിയായിട്ട് വന്നിട്ടുള്ള ഈ കഥകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എനിവേ ഇവരിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് ഏഞ്ചൽസ് ആർ ഓൾസോ ബീയിങ് സെന്റ്, മാലാഖമാരും മനുഷ്യന്റെ കൂടെ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഈ മാലാഖമാർ സബ്റ്റിലായിട്ടുള്ള രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ഈ മാലാഖമാരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും മനുഷ്യൻ തിന്മകളിലേക്കും പ്രലോഭനങ്ങളിലേക്കും അക്ഷമയിലേക്കും ഒക്കെ അടിപ്പെടുന്നത് എന്നാണ് പല സ്പിരിച്വലിസ്റ്റുകളും വിശ്വസിച്ചു പോരുന്നത്. പല ആളുകളാണെങ്കിൽ ഈ ഡീമൻസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുവാനായിട്ട് ചാത്തൻ സേവ അല്ലെങ്കിൽ സാത്താനിസം പോലുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിവേ അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത് ഗോഡാണ്. ഗോഡ് എല്ലാവർക്കും ഫ്രീ വില്ല് കൊടുത്ത് വിട്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് അപ് ടു യു. അത് നിങ്ങളെ സംബന്ധിച്ചിടത്താണ് ആ ചൂസ് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്നുള്ളതാണ്. ഈ മാലാഖമാർ നമ്മളോടൊപ്പമുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ചില സബ്റ്റിലായിട്ടുള്ള ക്ലോസ് യൂണിവേഴ്സ് നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ആരംഭത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തിലേക്ക് നീങ്ങാം. അതിൽ ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡിവൈൻ ടൈമിംഗ് ആൻഡ് സിങ്ക്രോണിസിറ്റീസ് ആണ്. ഡിവൈൻ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുവാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് അത് നടക്കുന്നുണ്ടായിരിക്കില്ല. ആഫ്റ്റർ ഓൾ ഇതെല്ലാം നടന്നതിന് ശേഷം, ഈ തടസ്സങ്ങൾക്കും എല്ലാത്തിനും ശേഷം പെർഫെക്റ്റ് ആയിട്ട് ഈ കാര്യം ഏറ്റവും നടക്കേണ്ട ബെസ്റ്റ് ടൈമിൽ എക്സിക്യൂട്ട് ആയിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. പ്രപഞ്ചം നമ്മളിൽ നിന്ന് തടഞ്ഞു വെച്ചിട്ടുള്ള പല സംഗതികളും കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട്, നമ്മളിലേക്ക് ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇത് അതിന് മുൻപോ അതിന് ശേഷമോ ലഭിച്ചെങ്കിൽ കാര്യമില്ല. എന്നാൽ ഈ സമയത്ത് ലഭിക്കുമ്പോൾ അത് ഏറ്റവും മഹത്തരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സോ ഈ തടഞ്ഞുവെക്കലുകൾ അല്ലെങ്കിൽ ഈ ഡിവൈൻ ടൈമിങ്ങിന്റെ മാച്ചിങ്ങിലേക്ക് നമ്മളെ എത്തിക്കുന്ന രീതിയിൽ നമ്മളുടെ കാര്യങ്ങളെ സ്വാധീനിക്കുന്നതിലും, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്ന, മുൻപ് വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, സിങ്ക്രോണിക് നമ്പേഴ്സ് ലൈക്ക് 11 കൃത്യം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്നത് പോലും ഒരു സിങ്ക്രോണിക് ടൈമാണ് എന്നുള്ളതാണ്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലേക്ക് പ്രപഞ്ചം യു ആർ ഇൻ അലൈൻമെന്റ് വിത്ത് ദ യൂണിവേഴ്സ് എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഇമോഷണൽ ഇംബാലൻസ് വരുന്നതിന് മുൻപ് നമ്മൾക്ക് ആറുകളുടെ കോമ്പിനേഷൻ നമ്മളെ കാണിക്കുന്നത്
ഇതെല്ലാം നമുക്ക് സംഭവിക്കുന്നതിനെ സിങ്ക്രോണിസിറ്റീസ് എന്നാണ് പറയുന്നത്. ഈ നമ്പറുകളുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല രീതികളിലും സിങ്ക്രോണിസിറ്റീസ് ഉണ്ടാകാറുണ്ട് എന്നുള്ളത് മുൻപുള്ള വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാളെ വിചാരിക്കുന്ന സമയത്ത് അയാളുടെ ഫോൺ കോൾ വരിക, അല്ലെങ്കിൽ വിചാരിച്ച കാര്യം മുന്നിൽ നടന്നു കാണുക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എനിവേ, ഇത് ഏഞ്ചൽസിന്റെ ഒരു സ്വാധീന ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്നുള്ളതാണ് ചില ആളുകൾ ആത്മീയതയിൽ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി ന്യൂ ഏജേഴ്സ്, അതുപോലെ തന്നെ പല മതങ്ങളിലുള്ള ആളുകളും അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പുലർത്തിപ്പോരുന്നു. പല സംസ്കാരങ്ങളെ ആസ്പദമാക്കിയിട്ട് ഈ ഏഞ്ചൽസും ഡീമൺസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മിക്സ് ആയിട്ടും ഒക്കെ കിടക്കാറുണ്ട്. പക്ഷെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നന്മയുടെ ശക്തികൾ എപ്പോഴും മാലാഖമാരായിട്ടാണ് കരുതപ്പെടുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നല്ല സമാധാനവും സന്തോഷവും ഫീലിംഗ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയും, അതുപോലെ തന്നെ എൻ്റെ ചുറ്റിനും ഒരു ഇളം കാറ്റ് പോലെയോ ഒരു തണുപ്പ് പോലെയോ ഒരു തൂവൽ സ്പർശത്തിന്റെ തലോടൽ പോലെയോ മാലാഖമാരുണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ അവരെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രൂപത്തിൽ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കാരണവുമില്ലാതെ ഒരു ചിന്ത വരികയാണെങ്കിൽ അതും ഈ ഏഞ്ചൽസിന്റെ ഒരു സാന്നിധ്യമായിരിക്കാം എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ അതിന്റെ ഒരു സബ്റ്റിൽ ക്ലൂ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ഈസ്, ചിലപ്പോൾ ചിത്രശലഭങ്ങളുടെ രൂപത്തിലും, അല്ലെങ്കിൽ ഫെതേഴ്സിന്റെ രൂപത്തിലും, അല്ലെങ്കിൽ പ്രകൃതിയിൽ ആകാശത്തിലും മരങ്ങൾക്കിടയിലൂടെ ഒക്കെ കാണുന്ന പ്രകാശത്തിന്റെയും ഗ്ലിംസസിന്റെയും ഒക്കെ രൂപത്തിലും ഒക്കെ ഈ ഏഞ്ചൽസിന്റെ പോസിറ്റീവായിട്ടുള്ള പ്രഭാവലയം നമ്മളെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നും പറയപ്പെടുന്നു. എനിവേ, നമ്മളുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിരിക്കാം. ഏത് തരത്തിലുള്ള വിശ്വാസമാണെങ്കിലും അത് നിങ്ങൾക്ക് ആത്മീയ വളർച്ചയും നിങ്ങളുടെ മനസ്സിനും ആത്മാവിനും ശക്തി തരികയും നിങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ഉന്നമനത്തിലേക്കും കലാശിക്കുകയാണെങ്കിൽ ദേ ആർ ഓൾ ഫ്രം ദ വൺ ആൻഡ് ഓൺലി ക്രിയേറ്റർ. ആരാധന അല്ലെങ്കിൽ ഏറ്റവും നിങ്ങളുടെ വിളികളും പ്രാർത്ഥനയും ഒക്കെ ആ ഒരു എനർജി സോഴ്സിലേക്ക്, നിങ്ങളുടെ മനസ്സിന്റെ എനർജി ഫ്രീക്വൻസി ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഏഞ്ചൽസ് അടക്കമെന്നല്ല എല്ലാ സമാധാനത്തിന്റെ പടയാളികളും നിങ്ങളുടെ പിന്നിൽ അണിനിരക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ.